എറണാകുളം നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വന്ന അവയവ മാഫിയ കഴിഞ്ഞ 5 വർഷത്തിനിടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് 20-ലേറെ ദാതാക്കളെ ഇറാനിലെത്തിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ അടക്കം ഇറാനിലെ ഫരീദ് ഖാൻ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കെത്തിച്ച് സ്വീകർത്താവിൽ നിന്ന് ലക്ഷങ്ങളാണ് മാഫിയ കൈക്കലാക്കിയത്. രാജ്യാന്തര മാഫിയ സംഘടനകളുടെ പങ്ക് സംശയിക്കുന്ന കേസിൽ കേന്ദ്ര ഏജൻസികളും പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതിയെ തിങ്കളാഴ്ച അങ്കമാലി കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പണം വാഗ്ദാനം ചെയ്ത് എല്ലാം നിയമപരമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് സാബിത് നാസറിന്റെ നേതൃത്വത്തിൽ അവയവക്കടത്ത് നടത്തുകയായിരുന്നു. നാം മാത്രമല്ല തുക ദാതാവിന് നൽകി സ്വീകർത്താവിൽ നിന്ന് പല ഇരട്ടി തുക കൈപ്പറ്റി വരികയായിരുന്നു മാഫിയ സംഘം. സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ദാതാവാകാൻ സ്വയം ഇറങ്ങി തിരിച്ച് ഒടുവിൽ താൻ മാഫിയ സംഘത്തിലെ കണ്ണിയായെന്നാണ് സാബിത് നാസർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. 2019 വൃക്ക നൽകി പണം കൈപ്പറ്റാനാണ് ആദ്യം ശ്രമിക്കുകയായിരുന്നു. എന്നാൽ കൂടുതൽ ദാതാക്കളെ ഇരകളാക്കി നൽകിയാൽ കൂടുതൽ പണം കിട്ടുമെന്ന് മനസ്സിലാക്കി സാബിത് നാസർ ഏജന്റായി. 2019 തൃശൂർ വാലപ്പാട് ഇടമുട്ടത്ത് 10 ദിവസം മാത്രമാണ് സാബിത് നാസർ താമസിച്ചിരുന്നത്. ആ മേൽവിലാസം നാട്ടിലെ മേൽവിലാസമാക്കി. ഭാര്യ ഉപേക്ഷിച്ചതോടെ സഹോദരിയുടെ വീട്ടിലും മറ്റു പലയിടങ്ങളിലായി വാടകയ്ക്ക് താമസിച്ചു. കേരളത്തിൽ ഇടയ്ക്കിടെ വന്നുപോയാണ് ഇടപാടുകൾക്ക് ചരടുകൾ വലിച്ചത്. ഇറാനിലാണ് കൂടുതൽ സമയം താമസമാക്കിയത്. അവിടെ ഫരീദ് ഖാൻ ആശുപത്രിയിൽ വൃക്ക മാറ്റിവെക്കൽ നടപടികൾക്കായി 20 ദാതാക്കളെ വരെ ഇന്ത്യയിൽ നിന്നും റിക്രൂട്ട് ചെയ്തു എന്നാണ് സാബിത് നാസറിന്റെ മൊഴിയിലുള്ളത്. മലയാളികളിലല്ല അവയവം മാറ്റിവെക്കൽ ഭൂരിഭാഗം നടത്തിയതെന്ന ഇയാളുടെ മൊഴിയിലെ പ്രസക്ത ഭാഗം പോലീസ് വിശ്വസിക്കുന്നില്ല. എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനക്കാരെയാണ് കൂടുതൽ ഇരകളാക്കി കുടുക്കിയത്. ഇക്കാര്യത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ വേണ്ടി വരുമെന്നാണ് പോലീസിന്റെ ഭാഷ്യം. സാബിത് നാസറിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ വിശദമായ അന്വേഷണം വേണ്ടതായുണ്ട്. താൽക്കാലികമായി താമസിച്ചിരുന്ന മേൽവിലാസം വഴി ഇയാൾ എങ്ങനെ പാസ്പോർട്ട് നേടി എന്നതും പോലീസ് അന്വേഷിക്കുന്നു. എന്നാൽ രാജ്യാന്തര ബന്ധങ്ങളിലേക്ക് വഴിവെക്കുന്ന കേസ് കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുക്കണോ എന്നതിൽ പരിശോധന നടക്കുകയാണ്. കേസിൽ പ്രാഥമിക വിവരശേഖരണം കേന്ദ്ര ഏജൻസികളിൽ ഇതിനകം നടത്തിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരള പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ നിന്നും വിഭിന്നമായ കാര്യമാണ് വെളിവാകുന്നത്. കേരളത്തിലെ ചില സ്വകാര്യ ആശുപത്രികളുമായി പോലും അവയവ മാഫിയകൾക്ക് ബന്ധമുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇതേപ്പറ്റിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഉത്തരേന്ത്യയിൽ നിന്നുള്ളവർ മാത്രമാണ് അവയവ മാഫിയയുടെ ഇരകളായതെന്ന് കേരള പോലീസ് പറയുന്നത് സർക്കാരിലെ ഉന്നതരുമായി ബന്ധമുള്ള ചില ആശുപത്രികളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമുഖ 9 ആശുപത്രികൾക്ക് അവയവ മാഫിയയുമായി ബന്ധമുണ്ട്. അവയവദാന വിവാദത്തിൽപ്പെട്ട് കേരളത്തിൽ പ്രശസ്തി നേടിയ കൊച്ചിയിൽ അടച്ചു പൂട്ടപ്പെട്ട പ്രമുഖ ആശുപത്രിയിൽ സംസ്ഥാനത്തെ ഒരു മന്ത്രി കുടുംബത്തിന് ഫ്രീ ചികിത്സയാണ് ഇപ്പോൾ കിട്ടുന്നത്. ഈ ആശുപത്രി അവയവദാന ഇടപാടുകളിൽ ഇപ്പോഴും ഇടപെടുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അടച്ചു പൂട്ടപ്പെട്ട ആശുപത്രി CPM-ലെ പ്രമുഖൻ മന്ത്രിയായ ശേഷം തുടർന്ന് സജീവമായി പ്രവർത്തനം തുടങ്ങുകയായിരുന്നു. വ്യവസായത്തിന്റെ അധിപനായ ഈ CPM നേതാവ് ആശുപത്രിയിൽ നടക്കുന്ന എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുകയാണ്.